അത് മാത്രമല്ല എന്തൊരു സ്പെഷ്യൽ ഒരു വിശേഷം ഉണ്ടല്ലോ. അല്ല അനുമോക്ക് കല്യാണം എന്നൊക്കെ. എനിക്കെന്നും കല്യാണം. ഇന്നൊരു വൈകുന്നേരം കല്യാണമുണ്ട്, നാളെ ഇന്നൊരു കല്യാണമുണ്ട്. എന്താണ്? അതെ, എന്റെ കല്യാണമാണ്. എല്ലാവരും എന്റെ കല്യാണത്തിന് വരണം. അതാണ് എന്റെ പുതിയ വിശേഷം. കല്യാണം നാളെ എന്റെ കല്യാണം വരുന്നുണ്ടല്ലോ. കല്യാണം ആണല്ലേ? സോഷ്യൽ മീഡിയ എല്ലായിടത്തും കാണുന്നുണ്ടല്ലോ കല്യാണം. ആദ്യം മനസ്സിലാക്കാണ് നമ്മൾ എന്തിനെ കുറിച്ചാണ് ഈ സംസാരിക്കാൻ വരുന്നത് എന്നുള്ളത്. നമ്മളുടെ ബിഗ് ബോസ് സീസൺ 7 വിന്നർ അനുമോൾ, അതുപോലെ തന്നെ സ്റ്റാർ മാജിക് ഫെയിം അനുമോളുടെ കല്യാണമാണെന്ന് പറയുന്നു. അനുമോള് തന്നെ അത് പറയുന്നുണ്ട്, എന്റെ കല്യാണമാണ് എല്ലാരും പറഞ്ഞത്. കല്യാണം ആണോ അല്ലയോ എന്നൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അനുമോള് സാധാരണ ഇങ്ങനെ ചോദിക്കുന്ന വീഡിയോക്കാരോടെല്ലാം സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എന്റെ കല്യാണം നാളെയാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പലർക്കും ഇത് ഉറപ്പിക്കാൻ പറ്റാത്തത്. മേ ബി ചിലപ്പോൾ നാളെ ആയിരിക്കാം. കൺഫേം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അനുമോളുടെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി. പക്ഷെ എനിക്കും ഒരു ഡൗട്ട്, നാളെയാണോ എന്നൊരു ഡൗട്ട് എനിക്കും ഉണ്ട്. ശരിയാണ്, അനുമോൾ ഇങ്ങനെ പറയാറുണ്ടെങ്കിലും നാളെ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അനുമോൾ പറയുന്ന ആ ഡയലോഗിൽ എനിക്കെന്തോ നാളെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അത് നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചുതരാം. ഒന്നാണ്. അതെ, അപ്പം എല്ലാവർക്കും ഓണാശംസകൾ. അതുപോലെ തന്നെ ഒരു വിശേഷമാണ് അനുവിന്റെ കല്യാണം എന്ന് പറയുന്നു. അതെ, എന്താണ്? അതെ, എന്റെ കല്യാണമാണ്. എല്ലാവരും എന്റെ കല്യാണത്തിന് വരണം. അതാണ് എന്റെ പുതിയ വിശേഷം. എന്നാ കല്യാണം നാളെയാണ് എന്റെ കല്യാണം. എല്ലാവരും നാളെ എന്റെ കല്യാണത്തിന് വരണം. എല്ലാരും വിളിച്ചിട്ടുണ്ട്, നാട്ടുകാരും വീട്ടുകാരും എല്ലാരെയും വിളിച്ചിട്ടുണ്ട്, നാട്ടുകാരെ വീട്ടുകാരെ എല്ലാം വിളിച്ചിട്ടുണ്ട്. എന്റെ കല്യാണമാണെന്ന് പറയുന്നത്. എന്തായാലും നാളെ ഇപ്പൊ കല്യാണം അല്ലെങ്കിലും അനുമോളുടെ കല്യാണം ഉടനെ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകട്ടെ. അതുപോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഇൻഡസ്ട്രിയിൽ തന്നെ വന്ന് നമുക്കറിയാം, അനുമോളുടെ കഥകളൊക്കെ നമുക്കറിയാം. ആ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം അവരുടെ ഒരു കുടുംബത്തെ മൊത്തവും നോക്കിയത്, സത്യത്തിൽ അങ്ങനെ തന്നെ പറയണം, കുടുംബത്തിന്റെ ഭാരം മൊത്തവും ഏറ്റുവാങ്ങി ഒരു കുടുംബത്തെ മൊത്തവും നോക്കിയത് ആ അനുമോളായിരുന്നു. അപ്പം അനുമോൾക്ക് നല്ലൊരു കുടുംബജീവിതം, ആഗ്രഹിച്ചതിനേക്കാൾ വലിയ നല്ല ഒരു കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തവും നിറഞ്ഞ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നാളെയാണോ കല്യാണം. കുറെ പേര് കൺഗ്രാറ്റ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. എന്തായാലും ആ കല്യാണമാണ് എന്ന് കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പ്രത്യേകമായിട്ട് നമുക്ക് ചിലരോടൊക്കെ ചില ഇഷ്ടം തോന്നും. അങ്ങനെ ഇഷ്ടം തോന്നിയ ഒരാളാണ് ഈ പറഞ്ഞ അനുമോള്. കാരണം മറ്റൊന്നുമല്ല, ബിഗ് ബോസ് ഷോയിലാണല്ലോ നമുക്ക് ഒരുപാട് അനുമോളെ മനസ്സിലാക്കാൻ പറ്റിയത്. ആ ഷോയിൽ വെച്ച് തന്നെ അനുമോളുടെ ക്യാരക്ടർ നമുക്ക് ഏകദേശം മനസ്സിലായതാണ്. ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ആ ബിഗ് ബോസ് ഷോയിൽ വന്നതിൽ പിന്നെ എങ്ങനെയാണ് അനുമോൾ ഈ ഫീൽഡിലേക്ക് വന്നതെന്നും ഒരു കുടുംബത്തിന്റെ ഭാരം മൊത്തം എങ്ങനെ അനുമോൾ ഏറ്റെടുത്തെന്നുള്ളതും എല്ലാം നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആ ബിഗ് ബോസ് ഷോയിലൂടെയാണ്. അതുപോലെ തന്നെ ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ തന്റെ ഫെയിം അതുപോലെ നിലനിർത്തുകയും, എന്നാൽ മറ്റൊരാളെ കുറിച്ച് അല്ലെങ്കിൽ തന്റെ സഹ മത്സരാർത്ഥികളെ കുറിച്ച് ഒരുപാട് മീഡിയക്കാരൊക്കെ ഒരുപാട് കിഴിഞ്ഞ് ചോദിച്ചിട്ട് പോലും അതിനൊന്നും മുഖം കൊടുക്കാതെ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നൈസായിട്ട് സ്കിപ്പായി തന്റേതായ കാര്യങ്ങൾ നോക്കിപ്പോയ ആളാണ് ഈ പറയുന്ന അനുമോള്. എന്തായാലും ഷിയാസ് കരീമിനോടെയും നാളെ കല്യാണമാണോ എന്നുള്ള രീതിയിൽ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഷിയാസ് കരീം എന്താണ് മറുപടി പറയാൻ നമുക്ക് നോക്കാം. കല്യാണം ആണല്ലേ? സോഷ്യൽ മീഡിയ എല്ലായിടത്തും കാണുന്നുണ്ടല്ലോ കല്യാണം. എവിടുന്നാ വരൻ? അത് അനുമോള് പറയുമ്പോ എനിക്കറിയാം. എനിക്ക് അനുമോൾ അറിയാൻ കല്യാണം കഴിക്കാൻ പയ്യനാണ്. ഞാൻ പിന്നെ ഇത് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് അവരുടെ ഫ്രഷസ് മൂവ്മെന്റ് ആണ്. അവരുടെ മാരേജ്, അവരെങ്ങനെ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ അവരെ ആരാണ് ചെക്കന്റെ പേര്, അതെല്ലാം കല്യാണത്തിന് അന്ന് റിവീൽ ചെയ്യുമ്പോഴാണ് ആ ഒരു മാരേജ് എന്ന് പറഞ്ഞ ആ ഒരു ഫ്രഷസ് മൂവ്മെന്റ് മറ്റുള്ള ആളുകൾക്ക് അത് ഇൻട്രസ്റ്റ് ആവുള്ളൂ. എന്നാലും ഫീൽഡ് ഏതാണ്? അയാള് കാണാൻ നല്ല ഭംഗിയുള്ളൊരു മനുഷ്യനാണ്, ഒരു ആൺകുട്ടിയാണ്. കാണാൻ ഭംഗിയുള്ള, ഞാൻ പറയുന്നത് നല്ല കാണാൻ ഭംഗിയുള്ളൊരു ആൺകുട്ടി. എത്ര പറഞ്ഞു. ബാക്കി നിങ്ങൾ കല്യാണ ഫോട്ടോ അല്ല ബ്രോ, അയാൾ അങ്ങനെ നടന്നൊന്നുമല്ല, ബിസിനസ്സും അല്ല. അയാൾ നിങ്ങൾ കാണാൻ മനസ്സിലാവും. അയാളൊരു ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണ്. എന്തായാലും നടനുമല്ല, ബിസിനസ്മാനൊന്നുമല്ല, സാധാരണ ഒരു ജോലി ചെയ്ത് നിൽക്കുന്ന ഒരു ആളാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നല്ലൊരു സുന്ദരനായ ഒരു ചെറുക്കനാണ് എന്ന് ഇവിടെ ഷിയാസ് പറയുന്നുണ്ട്. പക്ഷെ എന്നാണ് കല്യാണമെന്ന് ഷിയാസ് പറയുന്നില്ല. എന്നാൽ ഷിയാസിന് അറിയാം ആ ചെറുക്കനെ കുറിച്ച്, എനിക്ക് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ അത് റിവീൽ ചെയ്യേണ്ടത് ഈ പറഞ്ഞ അനുമോളാണല്ലോ. എന്നുവെച്ചാൽ കല്യാണം എന്നൊക്കെ പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ അവർക്ക് സന്തോഷമായ ഒരു നിമിഷം ആ കല്യാണം എന്നാണ്, എന്നാൽ അവരെന്നാണ് കണ്ടുമുട്ടിയത്, എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ അനുമോള് പറയുമെന്നാണ് ഇവിടെ ഷിയാസ് പറയുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണാനിടയായി. എന്നുവെച്ചാൽ അനുമോളുടെ അമ്മ, അനിയത്തി എല്ലാവരും ഉണ്ട്.
അവരെല്ലാവരും കൂടി അനുമോളെ ഒരുക്കുന്നതും ഒക്കെയാണ്. അപ്പൊ ചിങ്ങമാസത്തിലെ വധു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന അനുമോള് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ അനുമോളുടെ ഫേസ്ബുക്കിലും അനുമോളുടെ യൂട്യൂബ് ചാനലിലും ഈ വീഡിയോ കണ്ടായിരുന്നു. ഏകദേശം ഇതൊക്കെ കാണുമ്പോൾ കല്യാണം ആണോ നാളെ? നീ ഉറപ്പിച്ചോ? നാളെ തന്നെയാണ് നമുക്ക് വിശ്വസിക്കാമോ? എനിക്ക് തോന്നുന്നു നാളെ തന്നെ ആയിരിക്കും. ഇനി പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അമ്മയൊക്കെ കാണുന്നുള്ളൂ. ഒരു പരസ്യമോ ഒരു പരസ്യ ചിത്രീകരണ ഷൂട്ടിങ്ങോ ഒക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് അമ്മയോ അനിയത്തിയോ ഒന്നും അങ്ങനെ പങ്കെടുക്കാറില്ല. അപ്പം ഇതെന്തോ കല്യാണം തന്നെയാണ്. ഇനിയിപ്പോ അനുമോള് പറഞ്ഞ പോലെ നാളെ തന്നെയാണോ കല്യാണം? ഒരു ഡൗട്ട്. നമ്മുടെ എല്ലാവിധ ആശംസകളും ഇപ്പൊ നാളെ കല്യാണം ആണെങ്കിൽ തന്നെ എല്ലാവിധ ആശംസകളും അനുമോൾക്ക് നേരുകയാണ്. അപ്പൊ നമ്മൾ ഈ കല്യാണത്തെ കുറിച്ച് നേരത്തെ തന്നെ നമുക്കറിയാം. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ഒരു ഇന്റർവ്യൂ നടത്തിയായിരുന്നു. ആ ഇന്റർവ്യൂവിലാണ് കൂടുതലും ഈ കല്യാണത്തെ കുറിച്ച് ഈ പറഞ്ഞ അനുമോള് തുറന്നു പറഞ്ഞത്. അനുമോള് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇനി എനിക്ക് കാറായി, വീടായി, കുറച്ച് വസ്തുക്കളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ ഞാൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങോട്ട് കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നുണ്ട്. അപ്പം ഉടനെ തന്നെ എന്റെ കല്യാണം കാണും എന്ന് പറഞ്ഞത് തന്നെ ലക്ഷ്മി നക്ഷത്രയുടെ ആ ഇന്റർവ്യൂവിലാണ്. ലക്ഷ്മി നക്ഷത്ര തന്നെ ആ സമയം പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഉടനെ തന്നെ ഒരു ഗുഡ് ന്യൂസ് അറിയാം എന്നുള്ളത്. ഗുഡ് ന്യൂസ് അധികം വൈകാണ്ട് കേൾക്കാം. അപ്പൊ ആ ഗുഡ് ന്യൂസ് ആയിരിക്കാം ഈ പറഞ്ഞ അനുമോള് പറഞ്ഞത്. എന്നാലും നാളെ തന്നെ ആയിരിക്കുമോ? നിങ്ങൾ പറയും നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്ക് അതെല്ലാം കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? നാളെ തന്നെ ആണോ കല്യാണം? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് മിക്കവാറും നാളെ തന്നെ ആണെന്ന് ചിലപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. എന്തായാലും എനിക്ക് തോന്നുന്നു കല്യാണം ആണെങ്കിൽ തന്നെ അങ്ങനെ വെളിയിൽ പറയത്തില്ലായിരിക്കാം. കല്യാണം നടന്ന റിസപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ എല്ലാവരെയും വിളിക്കുന്നത്. കാരണം ഈ കല്യാണം എന്ന് പറയുന്നത് അവിടെ ഒരുപാട് പേര് കൂടുകയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം. ഏതെങ്കിലും ഒരു അമ്പലത്തിലോ, ഇപ്പൊ പ്രശസ്തമായ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ വെച്ചൊക്കെ ആയിരിക്കാം കല്യാണം നടത്തുന്നത്. സാധാരണ ഗുരുവായൂരൊക്കെ വെച്ചാണല്ലോ നടത്തുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചായിരിക്കാം. അന്ന് ഒരുപാട് ക്രൗഡ് ഒന്നും പറ്റത്തില്ല. അപ്പൊ ഒരുപാട് പേരെ വിളിച്ച് കാണത്തില്ല. പലരെയും റിസപ്ഷൻ ആയിരിക്കാം വിളിക്കുന്നത്. ചിലപ്പം കല്യാണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടല്ലോ ആ വീഡിയോയിൽ. ഇതൊക്കെ കണ്ടു കഴിയുമ്പം ഉറപ്പായിട്ടും അനുമോള് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ റിസപ്ഷനൊക്കെ ആകുമ്പോഴായിരിക്കും എല്ലാവരും അറിയുന്നത്. ചിലപ്പോൾ നാളെ തന്നെ, ഇപ്പൊ ഗുരുവായൂർ വെച്ചാണെങ്കിലും ഏത് അമ്പലത്തിൽ വെച്ചാണെങ്കിലും നാളെ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നാളെ തന്നെ മീഡിയക്കാർ അത് തപ്പിയെടുക്കും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. നാളെ തന്നെ വെളി വരും എന്നുള്ളത് സംശയമില്ല. നാളെ ആണെങ്കിൽ അനുമോള് ഇട്ടിരിക്കുന്ന വീഡിയോ നമുക്ക് നോക്കുവാണെങ്കിൽ, അനുമോള് ഒരു വീഡിയോ, ഞാൻ പറഞ്ഞില്ല, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന് ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത് പൊന്നിൻ ചിങ്ങത്തിലെ വധു എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അതിനകത്ത് ഒരുപാട് പേര് വന്ന് കൺഗ്രാറ്റ്സും കൊള്ളാം, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് പേര് അത് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് വെച്ചാൽ സ്റ്റാർ മാജിക്കിലും അതിലൊക്കെ ഒരുപാട് മുന്നേ പ്രവർത്തിച്ച അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റാർ മാജിക്കിൽ മുന്നേ പ്രവർത്തിച്ച നല്ല നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും അവരുടെ ക്രൂ മെമ്പേഴ്സും എന്നുവെച്ചാൽ ആ ഒരു സെറ്റിന് വേണ്ടിയിട്ടുള്ള ക്രൂ മെമ്പേഴ്സും ഈ എല്ലാം വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് അത് പറയാത്തത് കൊണ്ടാണ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ പറഞ്ഞ അനുമോള് മിക്കവാറും എല്ലാവരോടും തന്നെ ഇങ്ങനെ നാളെയാണ് എന്റെ കല്യാണം എന്ന് ചോദിക്കുന്നവരോടൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത് നാളെയാണ് കല്യാണം എന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഉടനെ തന്നെ കല്യാണം കാണുമെന്ന് നമുക്കറിയാം. എന്തായാലും അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആയിട്ടാണ് ഈ ചിങ്ങമാസം. നമ്മൾ ചിങ്ങമാസം തുടങ്ങിയതാണല്ലോ ഇപ്പം. അപ്പം ചിങ്ങമാസത്തിൽ ഇങ്ങനൊരു വീഡിയോ എടുത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മാസം തന്നെ അപ്പൊ കല്യാണം കാണും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തായാലും എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.